ഈ അടുത്ത സമയം വരെയും 7 ഭൂഖണ്ഡങ്ങളിൽ ഒരു ഭൂഖണ്ഡമായ അവസാനത്തെ ഭൂഖണ്ഡമായ ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയിട്ട് അന്റാർട്ടിക്കയിൽ ചെന്ന് നിൽക്കുന്ന 7ാമത്തെ ഭൂഖണ്ഡമുണ്ടല്ലോ. ആ ഭൂഖണ്ഡം ഐസുപാളികളാൽ രൂപപ്പെടുത്തപ്പെട്ടതായിരുന്നു. പെൻഗിൻ പോലെയുള്ള ചില ജീവികളല്ലാതെ അവിടെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. ജിയോളജിക്കൽ സയൻസ് അതേ സയന്റിസ്റ്റുമാർ പറഞ്ഞതെന്താ, മാനവരാശിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത പ്രദേശമാണല്ലോ. ഒരൊറ്റ മനുഷ്യനും ഇവിടെ പാർക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്കും ഇവിടെ കഴിയാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ ഐസുപാളികളാൽ രൂപപ്പെടുത്ത 0 അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള ഡിഗ്രി സെൽഷ്യസിലുള്ള തണുപ്പാണല്ലോ. അതുകൊണ്ട് മാനവരാശിക്ക് ഒരു ഉപകാരവുമില്ല എന്ന് ആദ്യമായി അവർ തെറ്റിദ്ധരിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പര്യവേക്ഷണങ്ങളും ഗവേഷണങ്ങളും അവിടെ നടത്തി. അമേരിക്കയും ജപ്പാനും അതാ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവിടെ കേന്ദ്രം സ്ഥാപിച്ചു. ഈ അടുത്താണ് ഇന്ത്യ അതുപോലെ അന്റാർട്ടിക്കയിൽ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്, ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അവസാനം അവർ സെർച്ച് ചെയ്തുകൊണ്ട് പറയുകയാ, ഈ ഭൂഖണ്ഡമുണ്ടല്ലോ, ആദ്യം അവർ പറഞ്ഞു മനുഷ്യന് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഭൂഖണ്ഡമാ ഈ ഐസുപാളികളാ രൂപപ്പെടുത്തപ്പെട്ട ഈ ഭൂഖണ്ഡം. എന്നാൽ അവർ മാറ്റി പറയുന്നത് എന്താണെന്നറിയുമോ? സർവേശ്വരനായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹമാണ് ഈ ഭൂഖണ്ഡം. എന്തുകൊണ്ടാണെന്നറിയുമോ? 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ താപത്ത് ക്രമീകരിക്കുന്നത് ഈ AC റൂം കാരണമാ. ഭൂമിയുടെ എയർ കണ്ടീഷൻ എന്നാ പിന്നെ പേരിട്ടത്, ഭൂമിയുടെ എയർ കണ്ടീഷൻ റൂം എന്നാ അതിന് പേരിട്ടത്. എന്നാൽ പുതിയ വാർത്ത അറിയുമോ? ആ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരിക്കയാ, ആ ഐസുപാളി ഉരുകാൻ തുടങ്ങിയിരിക്കയാ. ചൂട് കൂടുന്നതിന് മറ്റൊരു കാരണമാ സഹോദരങ്ങളെ. ഞാൻ എന്തിനായി ചൂടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്? മുഅ്മിനീങ്ങളെ, ചൂടിന്റെ ലോകം കണ്ടിട്ടില്ലാത്ത, ഒരു സ്വപ്ന ലോകത്ത് കടന്നു വരാത്ത, ഒരാൾക്ക് പോലും ചിന്തിച്ച് പൂർണ്ണമാക്കാൻ കഴിയാത്ത, അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് പടച്ചതമ്പുരാൻ ചെയ്തു വെച്ചിട്ടുള്ള നരകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടയോ? അല്ലാഹുവിന്റെ കോർട്ടിലേക്ക് പോകണ്ടയോ? ഖാബത്തുൽ അർവാഹ് നമ്മളെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? ഒരു ദിവസം പലതവണ നമ്മൾ നോക്കുകയാ, ഇവന്റെ ഡേറ്റ് ആയോ, ഇവളുടെ ഡേറ്റ് ആയോ, കൊണ്ടുപോകാനുള്ള സമയമായോ, തീയതി അടുത്തെത്തിയോ? ഖാബത്തുൽ അർവാഹിന്റെ പിടിയിൽ അപകടപ്പെട്ടുകൊണ്ട് കബറിലേക്ക് കടന്നു പോകുമ്പോ, അവിടെ നിന്നുകൊണ്ട് പരലോകത്തേക്ക് കടന്നു പോകുമ്പോ, അവിടെ നിന്നുകൊണ്ട് ഹിസാബ് എടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വിധിനിർണയത്തിന്റെ സമയം വരുമ്പോ 2 റൂട്ടല്ലാതെ വേറെ റൂട്ടുണ്ടോ? പ്രധാനമായിട്ടും 2 റൂട്ടുകളല്ലേ. ഒന്ന് സ്വർഗത്തിലേക്കുള്ള റൂട്ടാ, മറ്റേത് മുഅ്മിനീങ്ങളെ ആ സിറാത്തിലൂടെ വഴുതി വീഴുന്നത്. മനുഷ്യരെയും പാറക്കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകമാകുന്ന റൂട്ടാ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചൂടിൽ ഏറ്റവും വലിയ ചൂടെന്ന് പറയുന്ന നരകത്തിന്റെ ചൂടെന്നും പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ദിവസം നമ്മളൊന്നും പറഞ്ഞു പൂർത്തിയാക്കാൻ സാധ്യമല്ല. എങ്കിലും എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മൾ ഈമാനോടുകൂടി ഈ വിഷയം കേൾക്കുകയും, പഠിച്ചവനെ, ഇത് കേവലം മഹറിന്റെ വർഷത്തിൽ നടക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ സമാപന പ്രഭാഷണത്തിൽ വിഷയീഭവിക്കുന്ന വാക്കുകളായി നിങ്ങൾ ഇതിനെ തെള്ളിക്കളയാതെ അല്ലെങ്കിൽ വില കുറച്ച് കാണാതെ, പഠിച്ചവനെ, നാളെയുടെ ലോകത്തിൽ വരാനുള്ള പരമാർത്ഥമാണല്ലോ പറഞ്ഞത്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളാണല്ലോ, ഇത് വിശുദ്ധമായ ഖുർആനിന്റെ വചനാമൃതമാണല്ലോ എന്ന് ചിന്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തയ്യാറായാൽ, എന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പശ്ചാത്താപത്തോടെ കൈ ഉയർത്താൻ തയ്യാറായാൽ, ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ടവരെ പല കാര്യത്തിനും നമ്മൾ വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നരകത്തെ കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിച്ച ആളുകൾ എത്രയാ? നരകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ഒരിറ്റ് കണ്ണുനീർ, അല്ലാഹുവേ എന്നെ നരകത്തിലിടല്ലേ റബ്ബേ, എനിക്ക് താങ്ങാൻ സാധ്യമല്ല തമ്പുരാനെ, എന്റെ ശരീരത്തിന് താങ്ങാൻ സാധ്യമല്ല തമ്പുരാനെ. ആത്മാർത്ഥമായി ചിന്തിച്ച ആളുകൾ എത്രയാ? അതിന്റെ ഗൗരവം എത്രയാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു സ്വലാത്ത് ചൊല്ല്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്നറിയുവോ? നിങ്ങളെ ഒരുപാട് പ്രാർത്ഥന നമുക്ക് പരിചയമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്നറിയുവോ? അത് കാണാപ്പാടമുള്ളവരാ വിശ്വാസികള്, അത് കേൾക്കാത്ത ഒരൊറ്റ വിശ്വാസിയും എന്റെ മുമ്പിലില്ല, അത് പഠിക്കാത്ത ഒരൊറ്റ പെങ്ങന്മാരും എന്റെ മുമ്പിലില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുകയാ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലയോ, കാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന ഏതാണെന്ന് അറിയുമോ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ റബ്ബനാ ആതിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ നിന്റെ ഹസനത്ത് നൽകണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നീ ഹസനത്ത് നന്മ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ദുനിയാവിലുള്ള ഹസനത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കുറെ പ്രൗഢി കിട്ടല, കുറെ പ്രതാപം കിട്ടല, കുറെ പൊളിറ്റിക്കൽ പവർ കിട്ടല, കുറെ സാമ്പത്തികമായ ശേഷി കിട്ടല, കുറെ ബിൽഡിങ്ങുകൾ സ്വന്തമായി കിട്ടല, കുറെ തെങ്ങിൻ തോപ്പുകളും റബ്ബർ എസ്റ്റേറ്റും സ്വന്തമായി കിട്ടല. ഭൗതികമായ കാഴ്ചപ്പാട് കൊണ്ട് ആ വാക്കിനെ അളക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നിട്ടുള്ള പ്രാർത്ഥനയല്ലയോ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂലിന് സ്വീകരിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെയല്ലേ ഹദീസിലുള്ളത്. കുറച്ച് ഹസനത്തൊക്കെ വേണ്ടേ, ഹസനത്ത് വേണം വേണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ആ ഹദീസിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയരുത്. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ, ദുനിയാവിൽ ഹസനത്ത് തരണം. അല്ലാഹുവിന്റെ റസൂലിന് ഹസനത്ത് കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് ഹസനത്ത് കിട്ടിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്താണോ? അല്ലാഹുവിനെ അറിയാനുള്ള അവസരമാ, പരലോകത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാ, റബ്ബിനെ കുറിച്ച് ആലോചിക്കാനുള്ള അവസരമാ, അല്ലാഹുവിലേക്ക് അതിലേക്കാനുള്ള അവസരമാ, പരലോകത്തിലേക്ക് അതിലേക്കാനുള്ള അവസരമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിൽ ഹസനത്ത് മാത്രം പോലെ റബ്ബേ ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ലിഖാഅ് കൊണ്ട് സ്വർഗ്ഗത്തിൽ ഹബീബായ പ്രവാചകന്റെ സമീപത്ത് പോയി ഒരുമിച്ച് കൂടാൻ ആ ഒരു ഹസനത്തല്ലയോ ആഖിറത്തിലെ ഹസനത്ത്? ആ രണ്ട് പദം പ്രവാചകനെ പഠിപ്പിച്ചിട്ട് അവസാനമായി പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥനയതാ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് നീ കാക്കണേ റബ്ബേ, ഭയാനകരമായ ഭീകരമായ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിലുള്ള മുഅ്മിനീങ്ങളെ, കേവലം ഒരു വിഷയമായി നിങ്ങൾ കാണല്ലേ. എത്ര തവണ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വഖിനാ അദാബന്നാർ? അല്ലാഹുവേ, ഭീകരമായ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ, നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ. ആത്മാർത്ഥമായിട്ട് ആ പദം ചൊല്ലുമ്പോൾ നമ്മൾ ആത്മഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും നൊമ്പരം കൊണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര തവണയാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതല്ലയോ സമുദായത്തിന് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരുകയാ. മാത്രമല്ല, ആലോചിച്ചു നോക്ക്, ലോകവിശ്വാസികൾ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് പെരുന്നാളുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് പെരുന്നാളുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഉറച്ചു മറുപടി പറഞ്ഞാൽ ഞാൻ കേൾക്കാം, മെല്ലെ പറഞ്ഞാൽ കേൾക്കൂല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമുള്ള പെരുന്നാൾ ഏതാണ്? അല്ലാഹു അക്ബർ. ഏതാ? വെള്ളിയാഴ്ച ജുമാ എന്നല്ലേ പറഞ്ഞേ? അങ്ങനാണോ? മുമ്പോട്ട് പോവോ? കമ്പ്യൂട്ടറിനോട് ചോദിക്കണോ? വേണ്ട, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജുമാ ശ്രദ്ധിച്ച്, ജുമച്ച് ഉറച്ചു പറഞ്ഞാൽ ആരൊന്നും വെടിയൊന്നും വെക്കൂല. ഒരു വെടി പേടിക്കണ്ട, ഉറച്ചു പറയും. ചോദിച്ചാൽ എന്തെങ്കിലും ഉറച്ചു പറയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഒരു കുടുംബം പോലെ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും നരകത്തെ തൊട്ട് കാര്യമായ റബ്ബിനോട് കാവൽ തേടാനും അല്ലാഹു കാരണമാകട്ടെ. ചില്ലറ കളിയൊന്നുമല്ല, നരകവുമായി ബന്ധപ്പെട്ട വിഷയം. ജുമാ ദിവസം ലോകത്തിലുള്ള വിശ്വാസികൾ മുഴുവനും അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് പോവുകയാ. മുഅ്മിനീങ്ങളെ, ചില ചെറുപ്പക്കാർ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പോയി ഒപ്പിട്ട് വന്നാൽ എല്ലാം ഓക്കെയാണെന്നാ.
6 ദിവസവും നിസ്കരിച്ചവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. 6 ദിവസവും റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു വീണവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. വെള്ളിയാഴ്ച മാത്രം പോയി കുർബാന നടത്തിയിട്ട് രക്ഷപ്പെടാമെന്നാരും വിചാരിക്കല്ലേ. അങ്ങനെ ഒരു രീതി അള്ളാഹുവിന്റെ ദീനിൽ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു തിയറി റബ്ബിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായി നിസ്കരിക്കണം. ഏറ്റവും ഗൗരവമുള്ള ഇബാദത്ത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നത് പൊന്നുമോനെ പൊന്നുമോളെ A+ കിട്ടി, എത്ര A+ കിട്ടിയെന്ന് റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന പെങ്ങളെ, നിനക്ക് എത്ര A+ നീ വാങ്ങിയെന്നല്ല പടച്ച തമ്പുരാന് പരലോകത്തിൽ ആദ്യമായി ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഹബീബായ പ്രവാചകന് പറയുകയാ, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാൻ ആദ്യമായി ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാ, അവന്റെ നിസ്കാരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് തിരക്കുണ്ടായിരുന്നാലും അത് മുടക്കല്ലേ. കച്ചവടക്കാരെ, ആ സമയത്ത് നിന്റെ ചട്ടുറന്ന് താത്തിടണേ. നീ ആ സമയത്ത് എത്ര വലിയ കോടികൾ സമ്പാദിച്ചാലും അതെല്ലാം നട്ടത്തിലാ പൊന്നുമോനെ. ആ നിസ്കാരം മുടക്കിയിട്ട് എന്ത് സമ്പാദിച്ചാലും നട്ടത്തിലാ. ആ നിസ്കാരം കിട്ടിയിട്ട് എന്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് നിന്റെ കേവലം കണ്ണുകൊണ്ട് ചിന്തിക്കുന്ന ഏതെല്ലാം നട്ടമുണ്ടോ അതെല്ലാം വലിയ ലാഭത്തില. നിസ്കാരം കിട്ടിയിട്ട് നിനക്കുണ്ടാകുന്ന നട്ടം വലിയ ലാഭത്തില. നിസ്കാരം മുടക്കിയിട്ട് നിന്റെ കണ്ണിൽ കിട്ടുന്ന ലാഭം വലിയ നട്ടത്തില. അല്ലാഹു തആല വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ 2 റക്അത്ത് നിസ്കാരമല്ലയോ, 2 റക്അത്ത് നിസ്കാരമല്ലയോ, തഖൂമു മഖാമ റക്അത്തൈൻ മിനൽ ഫർള്. 2 റക്അത്തിന്റെ സ്ഥാനത്ത് ഖുത്ബ നിൽക്കുകയാ. അതുകൊണ്ട് ഖുത്ബയ്ക്ക് മുമ്പ് തന്നെ പള്ളിയിലേക്ക് കടന്നു പോകണം ചെറുപ്പക്കാരാ. ഖുത്ബ തുടങ്ങുമ്പോഴാ തോർത്തുമുണ്ടെടുത്ത് കുളിക്കാൻ പോകുന്നത്. ഖുത്ബ തുടങ്ങിയല്ലേ ഉള്ളൂ, വന്നാലും പുറത്തൊക്കെ കറങ്ങി നടക്കുകയാ. നാണം കെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരാ, പൊന്നുമോനെ എന്ന് ചിന്തിക്കടാ. പള്ളിയിൽ നിന്ന് ഖുത്ബ തുടങ്ങുമ്പോ പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന വൃത്തികേട് കാണിക്കല്ലടാ. അല്ലാഹുവിനെ പേടിയുണ്ടോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാമെന്നതല്ലേ. ആരെയാ നീ തോൽപ്പിക്കുന്നത്? ആരെയാ നീ വെല്ലുവിളിക്കുന്നത്? എങ്ങനെ പേര് കേൾപ്പിച്ച് നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രായമുള്ളവരും ചെറിയ കുട്ടികളടക്കമാ ആദ്യം വരുന്നത്. ആരോഗ്യമുള്ളവർ അവസാനം. ഇമാം കൈകെട്ടുമ്പോൾ വരെ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്ത് കഷ്ടമാടാ നിന്റെ കാര്യം. വെള്ളിയാഴ്ചയുടെ നിസ്കാരമാ പറയുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇമാം മിമ്പറിലൂടെ സുബ്ഹാനല്ലാഹ് കടന്നു പോകുമ്പോ ഖുതുബയിലൂടെ, 2ാം ഖുതുബയിലൂടെ ആലോചിക്കണേ. പ്രാർത്ഥന ലോകത്തിലുള്ള വിശ്വാസികളല്ല, ലോകത്തിലുള്ള വിശ്വാസികളല്ല ആമീൻ പറയുമ്പോ എല്ലാ ഖതീബുമാരും പടച്ച തമ്പുരാനോട് ചോദിക്കുകയാ. ഒരുപാട് പ്രാർത്ഥനകൾ ഖുതുബയിലൂടെ ലഫ്ളുകൾ കടന്നു പോകുമ്പോ 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുഅ്മിനേ. ആ ഖുതുബയിൽ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിസ്കാരം സയ്യിദുൽ അയ്യാം, ദിവസത്തിന്റെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസം 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബ, അതിൽ ഇമ്പോർട്ടന്റ് ആയ 2ാമത്തെ ഖുതുബ. ആ ഖുതുബയിൽ അവസാനം വരുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ 3 തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 3 തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥനയെ പറയുമോ? ഇന്ന് വരെ അതിന് ചെവി കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും ഓൺലൈനില, അപ്പോഴും വാട്സാപ്പിലൂടെ ഗ്രൂപ്പ് സെർച്ച് ചെയ്യുകയാ, അപ്പോഴും ഫേസ്ബുക്ക് നോക്കുകയാ. പള്ളിയുടെ മുന്നിലിരുന്ന് മുസല്ലയിൽ മൊബൈൽ വെച്ചിട്ട് നീ വിരൽ കൊണ്ട് മറിക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാ നരകത്തിൽ നിന്നും രക്ഷപ്പെടുക? ഏത് പ്രാർത്ഥനയാ ഗൗരവപ്പെട്ട പ്രാർത്ഥനയല്ലയോ? 3 തവണ എല്ലാ ഇമാമിങ്ങളും മിമ്പറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ, കത്തിക്കാടുന്ന നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ശരീരങ്ങളെ നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ, ഞങ്ങളെ നരകക്കൊള്ളിയാക്കല്ല
റബ്ബേ, ഞങ്ങളെ നരകത്തിന്റെ കൊള്ളുകളാക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അടുത്ത വെള്ളിയാഴ്ച മുതലെങ്കിലും പള്ളിയിലിരിക്കുമ്പോൾ ഇമാമിങ്ങനെ 3 തവണ ദ്വാരക്കുമ്പോൾ കടന്ന പ്രഭാഷണത്തിൽ വഹാബിനായി പറഞ്ഞതല്ലേ, അല്ലാഹുവേ നരകത്തെ തൊട്ട് കാക്കണമെന്നല്ലേ ഇമാം പറയുന്നത്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് റബ്ബിനോടൊന്ന് ആമീൻ പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ടൊന്ന് ആമീൻ പറഞ്ഞാൽ എത്ര നന്നായിരിക്കുമല്ലോ. കൊണ്ടുപോലെ ചെയ്തുപോയ പാപങ്ങളെ മനസ്സിൽ കൊണ്ടുപോടാ, നരകത്തെ തൊട്ടൊന്ന് പേടിക്കടാ. അല്ലാഹുവിന്റെ വിരുമ്പി കറന്നുകൊണ്ട് പറയടാ, അല്ലാഹുവിന്റെ മുമ്പിൽ പള്ളിയുടെ അല്ലാഹുവിന്റെ ഗേഹമാകുന്ന പള്ളിയിൽ ഇമാം അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് ദ്വാരക്കുമ്പോ സന്തോഷത്തോടെ റബ്ബിന്റെ മുമ്പിൽ മനസ്സ് നിറച്ച് ആമീൻ പറ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ആമീൻ പറയേണ്ട സമയത്ത് നീ അശ്രദ്ധമായിരുന്നാൽ എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുക? ഒരു ദിവസമുള്ള ജുമുഅ ദിവസത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥനയിൽ 3 തവണ നമ്മൾ ചോദിക്കുന്നതും പടച്ചവനെ നരകത്തെ തൊട്ട് നീക്കാറുള്ള. ഇനിയോ മാസങ്ങളുടെ നേതാവേതാ? വേഗം വേഗം പറഞ്ഞാൽ വേഗം വേഗം ഞാനും പറയും, വേഗം വേഗം വീട്ടിൽ പോവാം. അവർക്ക് തീമാറാകട്ടെ. മാസങ്ങളുടെ നേതാവ് സംശയിക്കാനുണ്ടോ? ഏറ്റവും അഫ്ളലായ മാസം ഏതാണെന്നാ ചോദിച്ചത്. മനുഷ്യന്മാരെ, നിങ്ങൾ ഇച്ചിരി സൗണ്ട് എന്താണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ചിന്താപൊളിക്കാൻ തുടങ്ങി എന്തോ ചെമ്പളുണ്ടാവും. കൂറ്റു പൊട്ടിയിട്ട് താഴെ വീണാല് ബോധം കെട്ടാൻ നിർത്തൂല. ഏതാണ് റമദാൻ മാസല്ലേ? സയ്യിദ് ശുഹൂർ, മാസങ്ങളുടെ നേതാവ് പുണ്യമായ റമദാൻ മാസം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കുന്ന പുണ്യമായ റമദാൻ മാസം. ആ റമദാൻ മാസം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അമിനാലെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 3 പത്തുകളെ 3 പത്തുകളെ അതാ ഡിവൈഡ് ചെയ്യുകയാ. 3 ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന് ഒരേ പേര് കൊടുക്കുകയാ. അവ്വലുഹു റഹ്മാ, അവ്വലുഹു റഹ്മാ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10. റമദാൻ വന്നില്ല പൊന്നുമോനെ, എന്ത് മാറ്റമാടാ. റജബ് മാസം കഴിഞ്ഞു പോയില്ലേ? മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഇത്താത്തമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക, പൊന്നുമോളെ റമദാനായിട്ട് നിന്റെ വീട് നീ കഴുകാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ വസ്ത്രങ്ങളും മുസല്ലയും ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല. വീട്ടിലുള്ള അടിച്ചുവാരലും പ്രത്യേകമായ ഒരു ഒരുങ്ങിക്കൂടലും തയ്യാറെടുക്കുകയാ. റമദാനിനൊരു മത്സര പോരാട്ടം നടക്കാനതാ മുളക് പൊടിപ്പിക്കുകയാ. മത്സരം നടത്താൻ വേണ്ടിയിട്ട് മല്ലി പൊടിപ്പിക്കുകയാ. അതുപോലെ അരി പൊടിപ്പിക്കുന്നു, ഗോതമ്പ് പൊടിപ്പിക്കുന്നു, ഭക്ഷണങ്ങളൊക്കെ അട്ടിയട്ടിയായി തയ്യാറാക്കുകയാ. 1 മാസം തല്ലി തകർക്കണമെന്ന് വിചാരിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ നിറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പല നിലക്കിലുള്ള തയ്യാറെടുക്കുമ്പോ ഞാൻ എന്റെ മുമ്പിനീകളോട് ചോദിക്കുക, മനസ്സുകൊണ്ട് റബ്ബേ റമദാൻ മാസം അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് പെയ്തിറക്കുന്ന പുണ്യമായ റമദാനിന്റെ മുമ്പിലല്ലയോ? ഈ റമദാനോടുകൂടിയെങ്കിലും എനിക്കൊരു മാറ്റം വരണം തമ്പുരാനെ. അല്ലാഹുവേ എന്നെ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് റജബും അതാ ശഅബാനിലേക്ക് കാലെടുത്തു വെച്ചില്ലയോ? മാനസികമായ ഒരു തയ്യാറെടുപ്പെടുത്ത അടുത്ത ആളുകൾ എത്രയാ ഞാൻ ചോദിക്കുന്നു. വീടടിച്ചു വാരണം നല്ലതാ, വസ്ത്രം കഴുകിയിടണം നല്ലതാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പല്ലേ? അല്ലാഹുവേ റമദാൻ എത്തിയല്ലോ, റമദാൻ എത്തിയല്ലോ. സഹോദരങ്ങളെ, വിഷയമതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആവശ്യമെങ്കിലും നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ 10 അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവ്വലുഹു റഹ്മാ. അതിലൊന്നാമത്തെ 10 റഹ്മത്തിന്റെ 10. പടച്ചവനോട് കാരുണ്യം ചോദിച്ചോ, റബ്ബിനോട് കാരുണ്യം ചോദിച്ചോ, അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചോ. അപ്പൊ നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പുതിയടേ റബ്ബേ. പുണ്യമായ റമദാനിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ തേടുകയാ. ഹബീബായ പ്രവാചകൻ പറയുന്നു, അതാ രണ്ടാമത്തെ 10 ഔസതുഹു മഗ്ഫിറ.
പത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് മഗ്ഫിറത്തിന്റെ പത്താ, പാപമോചനത്തിന്റെ പത്താ, പാപമോചനത്തിന്റെ പത്താ. രണ്ടാമത്തെ പത്തില് പാപമോചനം കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറയുമ്പോ എല്ലാ പള്ളികളുടെ ഉള്ളുകളും എല്ലാ മനസ്സിന്റെ ഉള്ളുകളും എല്ലാ അരമനയുടെ അകത്തളങ്ങളും നിങ്ങളെ ചിന്തിക്ക്. എല്ലാവരും ദുആ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ പത്ത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള പത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ അല്ലതി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള, 1000 മാസത്തിന്റെ പ്രതിഫലമല്ല, 1000 മാസത്തേക്കാൾ പ്രതിഫലമെന്ന, 1000 മാസത്തേക്കാൾ മിൻ അൽഫി ശഹർ എന്ന ഖുർആൻ പറഞ്ഞത് 1000 മാസത്തിൻ്റെതല്ല, 10000 മാസത്തിൻ്റെതാകാ, 1,00,000 മാസത്തിൻ്റെതാകാ, 1 കോടി മാസത്തിൻ്റെതാകാ, 10 കോടി മാസത്തിൻ്റെതാകാ. നിർണയിക്കാൻ പറ്റാത്ത മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ. ആ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയ പത്തുണ്ടല്ലോ, ഇത്തിഖാഫ് കൂടുതൽ ശ്രദ്ധിക്കുന്ന പത്തുണ്ടല്ലോ. ആ പത്തിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ആ പത്തിന് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആഖിറുഹു ഇത്ഖും മിനല്ലാഹ്. അല്ലാഹുവേ നരകത്തെ കാക്കണേ റബ്ബേ. നരകമോചനത്തിന്റെ പത്തായ അവസാനത്തെ പത്തിനെത്തങ്ങപ്പോൾ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ദുആർക്കുകയാ. അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ, അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ. പടച്ചവരേ നരകമോചനം തരണേ റബ്ബേ, നരകമോചനം തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കുമ്പോൾ തന്റെ അവസാനത്തെ പത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ തേടണേ എന്നാ. ചെറുപ്പക്കാരാ ഗൗരവത്തോടെ ചിന്തിച്ചോ, നിങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഈ ആധുനിക സാഹചര്യത്തിൽ നരകത്തെ തൊട്ട് മറന്നുപോകുന്ന, സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന, പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം മുഴുവനും. എവിടെയാവരും നല്ല ചിന്തക്കുള്ള അവസരമുള്ളത്? നമ്മുടെ വീട്ടുകളിൽ പാപം, നമ്മുടെ വീടുകളുടെ ഉള്ളിൽ പാപങ്ങളാണ്, നമ്മുടെ പോക്കറ്റിൽ പാപം, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നിറച്ച് പാപങ്ങൾ, ക്യാമ്പസുകളിൽ പാപങ്ങൾ, സ്കൂൾ മുറ്റങ്ങളിൽ പാപങ്ങൾ, തൊഴിൽ മേഖലകളിൽ പാപങ്ങൾ, സ്റ്റോപ്പിൽ പാപം, വാഹനത്തിൽ പാപം. എവിടെയാ രക്ഷപ്പെടാനൊരു സാധ്യത? എവിടെയാ? കൂടുതൽ പേടിക്കേണ്ട ഒരു കാലമല്ലേ? ഈ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവരാ. അല്ലാഹു നമുക്ക് പറയാൻ തൗഫീഖ്. ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ കുറച്ച് ക്ഷമ കിട്ടിയേ പറ്റൂ, കുറച്ച് അധ്വാനിച്ചേ പറ്റൂ, കുറച്ച് പിടിച്ചു നിർത്തിയെങ്കിലേ പറ്റൂ, പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ. ഒരാത്മീയ അവബോധത്തിന്റെ കാൽച്ചുവട്ടടികളില്ലാതെ ഇനി അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും. ആരും വ്യാമോഹിച്ചു പോകണ്ട. അല്ലാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് റിസ്ക് ഉണ്ടാകും. ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്ന കാലമായിരുന്നില്ലേ ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം? ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മയുടെ അങ്ങേതല. ഉണ്ണാനും ഉടുക്കാനും ഒക്കെ വലിയ പ്രയാസമായിരുന്നു. പറമ്പിൽ നിന്ന് എന്തെങ്കിലും പറിച്ചെടുത്ത് കൊണ്ടുപോയി പുഴുക്കാക്കി കഴിക്കുന്ന ഒരു കാലം. ഒരു ഷവർമയില്ല, ഒരു ശവായില്ല, ഒരു കുഴിമന്തിയില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ കിട്ടുന്ന പറക്കി തിന്ന് ഉള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ വളരെയധികം അനുകൂല സാഹചര്യമായിരുന്നു. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, നമ്മുടെ പൂർവികരായ ആളുകൾ അവർക്ക് മൊബൈൽ ഇല്ലായിരുന്നു. 10-20 വർഷമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ മൊബൈൽ എത്തിയിട്ട്. 20 വർഷം പോലും ആകാത്ത ആളുകളായി ഇവിടെയുള്ള 99% ആളുകളും
10-15 വർഷം അല്ലെ 10 വർഷമായിട്ടേ ഉള്ളൂ ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ട്. അതിനു മുമ്പ് ജീവിച്ച ആളുകൾ ഇത് കണ്ടിട്ടില്ലല്ലോ. ടെലിവിഷൻ കാണാത്ത ആളുകൾ, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ കാണാത്ത ആളുകൾ, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ആളുകൾ, ആലോചിച്ച് നോക്കി എപ്പോഴാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്? വാട്സാപ്പ് കാണാത്ത ആളുകൾ, സോഷ്യൽ മീഡിയ കാണാത്ത ആളുകൾ, നിന്റെ പുതിയ ട്രെൻഡുകൾ കാണാത്ത ആളുകൾ, അവരെ കുറിച്ച് നിനക്ക് പുച്ഛമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കടന്നുപോയവരാ. അങ്ങോട്ട് കൂടുതൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം മുൻഗാമികൾ വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്നത് ഇന്ന് വളരെ നിസ്സാരമായി നമ്മുടെ മുമ്പിലൂടെ പോവുകയാ. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇഖ്ലാസോടെ പറയും, ഇത് പുണ്യമായൊരു മാസവാ, പുണ്യമായൊരു മാസത്തിന്റെ പടിവാതിക്കല. അള്ളാഹുവിന്റെ കരുണ കോരിച്ചൊരിയാൻ പറ്റുന്ന ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹറിന്റെ സദസ്സ് അല്ലാഹു തആല അംഗീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സോടെ ആമീൻ പറഞ്ഞു. അല്ലാഹു തആല ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള ഒരു മനസ്സും സാഹചര്യവും അല്ലാഹു നൽകുമാറാകട്ടെ. ആലോചിച്ച് നോക്ക്, വലിയ വലിയ പാപങ്ങളായി മുൻഗാമികളെ കണ്ടിരുന്നത് ഇപ്പൊ ചെറിയ പാപമായി മാറി, നിസ്സാരമായി. അവര് ചെറിയ പാപമായി കണ്ടിരുന്നതോ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ഇത്ര നൂറുകണക്കിന് പറയാനുള്ള ഉദാഹരണങ്ങൾ സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയ അവസാനത്തെ പരിശുദ്ധമായ റമളാനിന്റെ 10 ആ 10 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആഖിറുഹു ഇത്ഖും മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്നുള്ള മോചനം തരണം. അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞില്ലയോ, മുഅ്മിനീങ്ങളെ, പാപങ്ങൾ നിസ്സാരമായി ചെയ്യുന്നവരെ ചിരിച്ചുകൊണ്ട് ആ പാപം ചെയ്യുന്നത്. മുൻഗാമികൾക്കൊരു ദോഷം വന്നുപോയാൽ അവർക്ക് പേടിയായിരുന്നു. വല്ല ഭയമുണ്ടോ ചെറുപ്പക്കാരാ? ദിനം പ്രതി എത്ര ദോഷങ്ങളാ ചെയ്യുന്നത്. നരകത്തിലേക്കുള്ള അകലം കുറയ്ക്കുകയല്ലേ, സ്വർഗത്തിലേക്കുള്ള അകലം കൂട്ടുകയല്ലേ, ശിക്ഷയിലേക്കുള്ള അടുപ്പമല്ലേ നിന്റെ പ്രവർത്തനം കൊണ്ട് വരുത്തി തീർക്കുന്നത്. ഒരു ദോഷം വന്നുപോയാലും അതിനെക്കുറിച്ചൊരു ഖേദം തോന്നുന്നുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആളുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആളുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് ആവതിച്ചു പോകും. ചിരിച്ചുകൊണ്ട് നിസ്സാരമായ പാപം ചെയ്യുന്നവരെ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാള നീതി എന്ന 2 അക്ഷരം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അത്യുന്നതരായ മഹത്തുക്കളില് മുൻനിരക്കാരനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഇവിടുത്തെ ഉമർ കാക്കയുടെ കാര്യമല്ല, ഇവിടുത്തെ ഉമർ ഹാജിയുടെ കാര്യമല്ല, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയാ. അല്ലാഹുവിന്റെ ഹബീബ് ഉമറേ, നീ സ്വർഗ്ഗത്തിലാ. മിറാജിന്റെ യാത്രയുടെ ആ ഒരു ഓർമ്മ പുതുക്കൽ കഴിഞ്ഞു പോയതല്ല ഈ അടുത്ത്. ആ യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ഉമറുൽ ഫാറൂഖിന്റെ കെട്ടിടം കണ്ടതാ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തില്. അത്ര വലിയ മഹോന്നതനായ ഉന്നതനായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. വകാന ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ അക്സിറൂ ദിക്റന്നാർ, അക്സിറൂ ദിക്റന്നാർ, അക്സിറൂ ദിക്റന്നാർ. നിങ്ങൾ നരകത്തെ തൊട്ടുള്ള ചിന്ത വർദ്ധിപ്പിക്കണേ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, നരകത്തെ തൊട്ടുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണേ, നരകത്തെ കുറിച്ച് ഓർക്കണേ, നരകത്തെ കുറിച്ച് അടിക്കടി ചിന്തിക്കണേ. ആ തീജ്വാലകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ, ആ തീജ്വാലകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. കാരണം ഇന്ന ഹർറഹാ ഫഇന്ന ഹർറഹാ ശദീദ് വഇന്ന കഅറഹാ ബഈദ് വഇന്ന മുഖാമഹാ ഹദീദ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, അവിടുത്തെ ചൂട് കഠിന കഠോരമാണ്, അതിന്റെ ആഴം വല്ലാത്ത ആഴമാണ്, അവിടുത്തെ ദണ്ഡുകൾ വല്ലാത്ത കടുപ്പമാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വെറുതെ പറഞ്ഞതാണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നരകത്തിന്റെ ആഴം എത്രയാ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസാ. മഹാനവറുകൾ പറയുന്നു, ഖാല കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കയാ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ആ പരിശുദ്ധമായ അതരത്തിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമാണിക്ക കല്ലുകളെ പുറകിയെടുക്കാൻ അവിടുത്തെ വചനാമൃതങ്ങളെ ഞങ്ങൾ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങളൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാ, വല്ലാത്ത ഒരു പ്രകമ്പനം കേൾക്കുകയാ, വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ. സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് കേൾക്കുകയാ. മുത്തുനബി തങ്ങൾ അവരോട് ചോദിക്കയാ, അതദറൂന മഹാദാ അതദറൂന മഹാദാ. ആ കേട്ട ശബ്ദം എവിടെ നിന്നാണെന്നറിയുവോ? അതിന്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്നറിയുവോ? അതെവിടെ നിന്നും കേട്ടതാണെന്നറിയുവോ? ആ ശബ്ദത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സഹാബികൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു വറസൂലുഹു അഅലം. അറിയില്ല നബിയെ, അറിയില്ല. അല്ലാഹുവിനറിയാം, അല്ലാഹു അറിയിച്ചു തന്നത് നിങ്ങൾക്കും അറിയാം, അല്ലാഹു അറിയിച്ചു തന്നത് കൊണ്ട് നിങ്ങൾക്കും അറിയാം നബിയെ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വീണ ശബ്ദമാ മക്കളെ. അർസലഹുല്ലാഹ്, ആ കല്ലിനെ പടച്ച തമ്പുരാനിട്ടു അയച്ചു. എവിടെയാ? ഫീ ജഹന്നമ, നരകത്തില്. മുൻപ് 70 ഖരീഫ, 70 വർഷത്തിന് മുമ്പ് ആ കല്ല് നരകത്തിന്റെ മുകൾ പരപ്പിൽ നിന്ന് വിട്ടു. ഫൽആന ഹീനം തഹാ ഇലാ ഖൈരിഹാ, ഇപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ആ കല്ല് വന്ന് വീണത്. ആ കല്ല് വീണ ശബ്ദമാ, ആ കല്ല് വീണ ശബ്ദമാ സഹാബാ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും ഒരു കല്ല് 70 മിനിറ്റ് അല്ല, 7 മണിക്കൂറല്ല, 7 ദിവസമല്ല, 7 ആഴ്ചയല്ല, 70 ആഴ്ചയല്ല, 7 വർഷമല്ല, 70 വർഷം ആ കല്ല് സഞ്ചരിച്ചിട്ട് അടിത്തട്ടിലെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക്. ഈ പരിസരത്തുള്ള ഏറ്റവും ആഴം കൂടിയ കിണറുണ്ടല്ലോ, നിങ്ങളൊന്ന് ആ കിണറിന്റെ പരിസരത്തൊന്ന് നിൽക്ക്. എന്നിട്ട് ആ ആഴം കൂടിയ അറ്റം കാണാത്ത വെള്ളം കിടക്കുന്നത് ഇരുടുകൊണ്ട് ആഴം വലുതായതുകൊണ്ട് കാണാൻ പറ്റൂല. അതിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് നിങ്ങൾ ഇട്ടു നോക്ക്. സെക്കൻഡുകൾ, 1 സെക്കൻഡ് വേണ്ട, 1/2 സെക്കൻഡ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആഴം കാണാത്ത ആ കിണറില് ആ കല്ല് വന്ന് പതിച്ചോളം തട്ടുന്ന ശബ്ദം നമ്മുടെ ശ്രവണപുടങ്ങളിൽ അടിക്കുന്നതാ. എന്നാലും ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഒരു കല്ല് 70 വർഷം സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ ആഴം എത്രയാ? അതിന്റെ ആഴം എത്രയാ? നിങ്ങളെ അല്ലാഹു പടച്ചില്ലയോ? നരകത്തെ മറന്നു പോകല്ലേ. അല്ലാഹു നരകത്തെ പടച്ചു വെച്ചിട്ടുണ്ട്, മറന്നു പോകല്ലേ. പാപം ചെയ്യുമ്പം ചിന്തിക്കണേ, ഇന്ന് ഒരു നരകം വരാറുണ്ടല്ലോ. ഇത് കേവലം സാങ്കല്പിക വർത്തമാനമല്ല, ഇത് അഭിപ്രായം പറയാനുള്ളതല്ല, ഇത് കേവലം ഇവിടെ നിന്ന് ആസ്വദിച്ചു പോകാനുള്ളതല്ല. ചെറുപ്പക്കാരാ, ഗൗരവത്തോടെ ചിന്തിക്ക്. ഒന്നുകിൽ ഖബർ സ്വർഗത്തോപ്പ, അല്ലെങ്കിൽ ഖബർ നരകക്കുണ്ട. ഏത് വേണമെന്ന് ആലോചിക്കേണ്ട പ്രിയപ്പെട്ട പെണ്ണുപെങ്ങളെ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ഗൗരവത്തോടെ നീ വസ്ത്രം ധരിക്കണേ. കൂട്ടത്തിൽ ഞാൻ പറയുകയാ, കുറ്റപ്പെടുത്താനല്ല. അൽഹംദുലില്ലാ, കാര്യമായ സന്തോഷത്തോടെ നല്ല ലൂസുള്ള പർദ്ദകൾ ധരിക്കുന്നവരാ ഈ നാട്ടിലുള്ള സഹോദരിമാരെന്ന് ഞാൻ മനസ്സിലാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നരകത്തിയെ പേടിക്കണേ പൊന്നുമോള്. എന്താ പറയാ കാരണോന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് കടന്നുപോയില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. പരിസരം പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു കൊണ്ടുപോയില്ലയോ? അവിടെ നിന്ന് 7 ആകാശങ്ങളും കറങ്ങി തിരിഞ്ഞു വന്നില്ലയോ? നരകസ്വർഗങ്ങളെ കാണിക്കപ്പെട്ടില്ലയോ? ലോകത്തിലൊരു വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലയോ ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹുവുമായിട്ട് അടുപ്പം കിട്ടാനുള്ള വല്ലാത്തൊരു സ്ഥാനം. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കാണിക്കപ്പെട്ടപ്പോ അവിടെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടെന്ന ഫാത്തിമ ബീവിയോട് ഹബീബായ പ്രവാചകനെ പറഞ്ഞു കൊടുത്തത്, പൊന്നുപെങ്ങളെ, അതിന് പല കാരണവുമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതിലൊരു കാരണം വസ്ത്രധാരണയാ, അതിലൊരു കാരണം വസ്ത്രധാരണയാ. വസ്ത്രം ധരിക്കാൻ പറയുമ്പോ ഉസ്താദ് അതൊക്കെ പഴം തമ്പേശമല്ലേ, ഞങ്ങൾ കുറച്ച് ഫ്രീക്കാകണ്ടേ? ഞാൻ അത്ര പഴന്തനാണോ? ഞാൻ ന്യൂ ജനറേഷന്റെ ആളല്ലേ? ഞാൻ ന്യൂടെക്കിൽ ജീവിക്കുന്ന ആളല്ലേ? ഞാൻ യോയി ടീമല്ലേ? ഒരു
ഒരു ജീൻസ് ഇട്ടെന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു സ്കിൻ ഫിറ്റായ ഡ്രസ് ഇട്ടെന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം ധരിച്ചു എന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു ലെഗിൻസ് ധരിച്ചെന്ന് വിചാരിച്ചെന്ന് വരാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉമ്മാക്കൊരു പ്രശ്നമില്ല, നിന്റെ ഉപ്പാക്കൊരു വേദനയില്ല, നിന്റെ ഭർത്താവിനും അനുകൂലവാ, സഹോദരങ്ങൾക്കും പ്രശ്നമില്ല. പരിഷ്കാരിയായ ഒരു പെങ്ങളുണ്ടെന്ന് പറയാലോ, എന്റെ മോള് നല്ല സുന്ദരിയാണെന്ന് പറയാലോ. പക്ഷേ പോലെ കത്തിക്കപ്പെടുന്ന നരകത്തിൽ ആപരിച്ചു പോകുന്ന ആ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് മോള്. കാസിയാത്തിനവർ വസ്ത്രം ധരിച്ചവരാ, പക്ഷേ ആരിയാത്ത് അവര് വിവസ്ത്രരാ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ലെഗിൻസ് ധരിച്ചിട്ടുണ്ടല്ലോ, സ്കിൻ ഫിറ്റായ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ടീഷർട്ട് ധരിച്ചിട്ടുണ്ടല്ലോ, ചുരിദാറിന്റെ വെട്ടങ്ങൾ കക്ഷം വരെ കയറിയിട്ടുണ്ടല്ലോ. ഒന്ന് ആഞ്ഞൊന്ന് വലിച്ചൊന്ന് നടന്നാൽ കാണാൻ വല്ലാത്ത രസമാണല്ലോ. എല്ലാവരും എനിക്ക് സപ്പോർട്ടാണല്ലോ. വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പെങ്ങള്, പക്ഷേ വാസ്തവത്തിൽ വസ്ത്രമില്ലല്ലോ. ആ വസ്ത്രത്തിന്റെ കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, മുസ്ലിം പണ്ഡിതന്മാര് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേരളത്തിലടക്കം പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് വർദ്ധിച്ചപ്പോൾ, പ്രായം നോക്കാതെ പീഡിപ്പിക്കുകയാ, പ്രായം ചെന്നവരെ പീഡിപ്പിക്കുകയാ. പ്രിയപ്പെട്ട മാതാവിനെ പീഡിപ്പിച്ച കഥ വന്നില്ലയോ കാസർഗോഡ് ജില്ലയിലല്ലയോ? എന്റെ പ്രിയപ്പെട്ടവയെ 35 വയസ്സുകാരിയായ പെണ്ണ്, 9ാം ക്ലാസ്സുകാരനായ 14 വയസ്സുള്ള പൊന്നുമോന് കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയില് പാവപ്പെട്ട മാതാവ് 9 മാസവും 14 ദിവസവും ആ ഗർഭഗൃഹത്തിൽ കിടത്തിയ മാതാവ്, ഒരുപോലെ പാലൂട്ടി കൊടുത്ത അമൃതിനേക്കാൾ മൂല്യമായ പാല് കൊടുത്ത മാതാവ് അവനെ ഏത് കരങ്ങളിൽ താലോലിച്ചോ? ആ പ്രിയപ്പെട്ട മാതാവിനെ ഉറക്ക ഗുളിക ഭക്ഷണത്തിൽ കറന്തി കൊടുത്ത് പീഡിപ്പിച്ചില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സമാനമായ ഒരു സംഭവം വിതുരയിലുണ്ടായില്ലയോ? പ്രായം ചെന്ന 45 വയസ്സുകാരിയായ ഒരു അമ്മയെ അതാ ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവ് കഴിച്ചിട്ട് വന്നിട്ട് അതാ ഒരു മാനസിക രോഗിയായ പ്രിയപ്പെട്ട അമ്മയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങളുടെ തുടർക്കഥകളല്ലയോ? അതിന്റെ ഒരു റിസൾട്ട് അല്ലയോ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത്? എത്ര പീഡനങ്ങളാ! പീഡനങ്ങൾ കുറയുന്നില്ല. ഏതെല്ലാം രൂപത്തിലുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളുണ്ട്, ഏതെല്ലാം ആളുകൾ പറയുന്നുണ്ട്, മതമേലുദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്, പോലീസ് വിങ്ങുകൾ കൂടെ അതാ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നവരാ. സർക്കാർ ഒരുപാട് നിയമങ്ങൾ അതാ തുന്നിച്ചേർക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡൽഹിയിലെ കൂട്ടമാനം ഭംഗത്തിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടി ഒന്നിലധികം നിയമങ്ങൾ തുന്നിച്ചേർത്തു. ഒന്നിനും ഒരു കുറവില്ല. കുറവ് വരേണ്ടത് എവിടെയാണെന്നറിയുമോ? പെങ്ങളെ സ്വന്തം ശരീരത്തെ മേനിയടക്കം പുറത്ത് കാണിക്കാതെ നടന്നു. അതല്ലാതെ പരിഹാരമില്ല എന്ന് ഓരോ ആളുകളും പറയുകയാ. ഗവൺമെന്റ് തലത്തിൽ തന്നെ ഏർപ്പാട് ചെയ്ത ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന ഒരുപാട് ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായ സഹോദരൻ സർക്കാർ ചെലവിൽ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ചെലവില് എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളുകളിലടക്കം കോളേജുകളിലടക്കം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ക്യാമ്പസുകളില് പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് നല്ലത് കോച്ചിങ് ക്ലാസ് കൊടുക്കാൻ, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, ചെറുപ്പക്കാരെ മദ്യാസക്തിയിൽ നിന്നും പിന്മാറ്റാൻ, ലഹരി ഉപയോഗിക്കല്ലേ എന്ന് പറയാൻ, പെൺകുട്ടികളെ ജീൻസ് ധരിക്കല്ലേ എന്ന് പറയാൻ, മാന്യമായി വസ്ത്രം ധരിക്കണേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, സർക്കാർ ചെലവിൽ തന്നെ ഡോക്ടർ രജിത് കുമാർ പറയുകയാ. അത് യൂട്യൂബിലെ ഡോക്ടർ രജിത് കുമാറിന്റെ ക്ലിപ്പുകൾ ഉണ്ട്. ഞാൻ പറയുന്നത് വെറുതെയല്ല, ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം. അദ്ദേഹം ആർജവത്തോടെ പറയുകയാ, ആധുനിക യുഗത്തിലെ പെൺകുട്ടികളെ മാന്യമായി വസ്ത്രം ധരിക്കണേ. നിങ്ങൾ ഇളക്കി മറിക്കല്ലേ, നിങ്ങൾ കുതിച്ചു ചാടല്ലേ, അടക്കത്തോടെ ഒടുക്കത്തോടെ നിങ്ങൾ പോകണേ. അതല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ. ഒരു കണ്ണട പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലപ്പഴക്കമുണ്ടെങ്കിലും എന്നും മനോഹാരിതയോടെ പ്രശോഭിച്ചു നിൽക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ ആലോകനം മുഴുവനും വിജ്ഞാന വിസ്ഫോടനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ? ജാഗരോഡിയെ പോലെ, കാറ്റ് സ്റ്റീവൻസിനെ പോലെ, കോശിയെ പോലെ, മുഹമ്മദ് അസദിനെ പോലെ, അതാ കമലാസുരയെ പോലെ എത്രയോ ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്ന ഖുർആനില്ലയോ? ആ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ.
പെണ്ണെ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണേ, അഴിഞ്ഞാട്ടം നടത്തല്ലേ. ഇതല്ലയോ പുതിയ നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. എത്രയെത്ര ഉദാഹരണമാ പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പീഡനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന കൂട്ടമാനഭംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞില്ലയോ? ചെന്നൈയിലെ ഒരു മഠാധിപതി പറഞ്ഞില്ലയോ? ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു നേതാവ് പറഞ്ഞില്ലയോ? മുസ്ലിം പെൺകുട്ടികളെ ധരിക്കുന്നത് പോലെ, മുസ്ലിം സ്ത്രീകളെ ധരിക്കുന്നത് പോലെ നല്ല ലൂസുള്ള പർദ്ദകൾ ഹൈന്ദവരും ധരിക്കാൻ തയ്യാറായിക്കോ. വസ്ത്രധാരണം വളരെ ഗൗരവമുള്ള വിഷയവാ. ഇതൊരു പണ്ഡിതന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പ്രതിഷേധിക്കാൻ പല ആളുകളും വന്നു. അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പുതുവത്സരത്തിൽ ന്യൂ ഇയറില് അതാ വല്ലാത്ത ഒരു പീഡനങ്ങൾ ഉണ്ടായപ്പോൾ, വല്ലാത്തൊരു പീഡനമുണ്ടായപ്പോൾ ലിംഗായത്ത് സമൂഹത്തിന്റെ ആത്മീയാസ്ഥാനമായ ബസവാധർമ്മ പീഠത്തിന്റെ മേധാവി ജഗദ്ഗുരു മഹാദേവി മാതാ പറഞ്ഞതെന്താ? ജഗദ്ഗുരു മഹാദേവി മാതാ പറഞ്ഞതെന്താ? അറേബ്യൻ രാജ്യങ്ങൾ പോലെയുള്ള വസ്ത്രധാരണങ്ങൾ നിർബന്ധമാക്കണേ. മുസ്ലിം സമൂഹം ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, അതുകൊണ്ട് പറയുന്നത് കേവലം പണ്ഡിതന്മാര് മാത്രമല്ല, ഭൗതികമായ നേതാക്കന്മാര് പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രൈംബ്രാഞ്ച് IG-യായ ശ്രീജിത്ത് IPS അദ്ദേഹം പറയുകയുണ്ടായി, പെങ്ങന്മാരോട് പറയുകയുണ്ടായി, മാന്യമായ വസ്ത്രം ധരിക്കണേ, മാന്യമായ വസ്ത്രം ധരിക്കണേ. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയാ, പെൺകുട്ടികൾ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പീഡനം ചെയ്യുന്ന ആളുകള്, പീഡനം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തുകൂടാ? അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുമ്പോ രണ്ട് വലിയ കൊലയാളികളെ എടുത്തുകൊണ്ട് അയാൾ പറയുകയാ, ഒന്ന് ഡൽഹിയിലുള്ള മാനഭംഗം നടത്തിയ കൊലയാളികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളടക്കമുള്ള ആളുകൾ പറഞ്ഞതെന്താണെന്നറിയുവോ? അതുപോലെ ഗോവിന്ദ ചാവി പറഞ്ഞതെന്താണെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവര്, എന്തിനാ പെൺകുട്ടികൾ ഞങ്ങളെ എന്തിനാ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത്? ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. ഇതൊരു IPS ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് IG-യായ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന ആ മാന്യനായ വ്യക്തി പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം പണ്ഡിതന്മാര് മാത്രമല്ല, ആത്മീയ സദസ്സുകൾ മാത്രമല്ല, കുറ്റപ്പെടുത്താനല്ല പൊന്നുമോള്, നിനക്ക് പരിരക്ഷയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് പൊന്നുമോള്, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ പക്ഷേ നമ്മൾ ഉമ്മമാരെ അതിന്റെ കാരണത്താൽ നരകത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥകളെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ, ഭാര്യമാരെ കാക്കുമാറാകട്ടെ, സഹോദരിമാരെ കാക്കുമാറാകട്ടെ. കാരണം ചെറിയ വിഷയമല്ല. ലജ്ജ എന്ന് പറയുന്ന സാധനം നശിച്ചുപോയ കാലം. ലജ്ജ എന്ന് പറയുന്ന സംഭവം നശിച്ചുപോയി. പെണ്ണിന് ലജ്ജയില്ലാത്ത കാലമായി പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയം, ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ, ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ ഒരു രസവും ഉണ്ടാവില്ല. പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. നാണമുണ്ടെങ്കിലും ഒച്ചിനെ പോലെ ഒരു ഉൾവലിയലും അതൊക്കെ ഒരു ലജ്ജയുടെ ഭാഗം, അതൊക്കെയാണ് അവളുടെ സൗന്ദര്യം. എന്നാൽ ഈ ആണുങ്ങൾ പെണ്ണിനെ പോലെ ഇങ്ങനെ നാണം കുടുങ്ങിയെന്ന എന്താ പറയാ? ഇവനും രണ്ടും കെട്ട വകുപ്പിൽപ്പെട്ട ആളാണെന്ന് പറയും. അവനങ്ങനല്ല, അവന്റെ സ്ട്രക്ചറും അവന്റെ ശൈലിയും വേറെയാ. പക്ഷെ പെണ്ണങ്ങനല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങി അടങ്ങി ഒന്ന് ഒതുങ്ങാനുള്ള സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഒരു ലജ്ജ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിച്ചോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നരകത്തിൽ ആപതിച്ചു പോകുന്ന പെണ്ണുങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രരാ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റിഹഹാ ഫഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറത്തി 500 ആം. 100 വർഷത്തിന്റെ വെളിദൂരത്തിനപ്പുറം അടിച്ചു വീശുന്ന സുന്ദരമായ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം നിന്റെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഔക്കമാഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് പെങ്ങളെ, നരകത്തെക്കുറിച്ച് പേടിച്ചോ പൊന്നുമോളെ, നരകത്തെക്കുറിച്ച് പേടിച്ചോ പൊന്നുമോളെ, പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചോ പൊന്നുമോളെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ
ഗൗരവപ്പെടുത്തലുള്ള ഓർമ്മപ്പെടുത്തൽ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചിന്തിക്കണേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചങ്ങോട് സലാത്തിന്റെ മനുഷ്യന്മാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റഊസുഹു ഫീ ഹിജ്രി ആയിഷ റളിയല്ലാഹു തആല. ആയിഷ ബീവിയുടെ മടിത്തട്ടിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തല. ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തല വെച്ച് ഉറങ്ങിപ്പോയി. ആ സമയത്ത് فنعس رسول الله صلى الله عليه وسلم الله رسول الله സമയത്ത് ഫദക്കറത്തിൽ ആഖിറത്തിനെ കുറിച്ച് ഓർത്തു. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ മടിത്തട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയം ആഖിറത്തിനെ കുറിച്ച് ഓർത്തു. സന്തോഷമുള്ള സമയത്ത് ആഖിറത്തിനെ കുറിച്ച് ഓർത്തു. നമ്മളും ആഖിറത്തിനെ കുറിച്ച് ഓർക്കും. എപ്പോഴാ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ സന്തോഷമുള്ള സമയത്ത് നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ഓർക്കും. ഇവിടെ ഈമാൻ. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്തോഷമുള്ള സമയം അല്ലാഹുവിന്റെ റസൂൽ 14-ാം രാവിലെ പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ സുന്ദരമായ മുഖഗമനമുള്ള പ്രവാചക പരിസരത്തിൽ എന്റെ മടിത്തട്ടിലുള്ളപ്പോഴുള്ള സന്തോഷം പോലെ വേറെ ഏതെങ്കിലും സമയത്ത് സന്തോഷമുണ്ടോ? ആ സമയത്ത് ആ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ല. നമ്മൾ കച്ചവടം പൊട്ടുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും. ഒരു ക്യാൻസർ വരുമ്പോൾ ചിന്തിക്കും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു മാരകമായ രോഗം വന്ന് തളർന്നു കിടക്കുമ്പോൾ ചിന്തിക്കും. വീട്ടിലൊരാൾ മരിക്കുമ്പോൾ ചിന്തിക്കും. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമ്മൾ പരലോകത്തെ കുറിച്ച് ചിന്തിക്കും. അല്ലാതെ സന്തോഷമുള്ള സമയത്ത് അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എത്രയുണ്ട്? അപ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടത്. സന്തോഷവും സന്താപവും ഉള്ളപ്പോഴും സന്താപമുള്ളപ്പോഴും പരലോകത്തെ കുറിച്ച് ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി ഫദക്കറത്തിൽ ആഖിറ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു. ആയിഷ ബീവി കരഞ്ഞുപോയി. പരലോകത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കരഞ്ഞുപോയി. വല്ലാതെ കരച്ചിലായി. കരഞ്ഞ് ആ മണിമുത്തുകൾ പോലെയുള്ള കണ്ണുനീർ കണങ്ങൾ ഹബീബായ പ്രവാചകന്റെ പനിനീർ പുഷ്പത്തിന്റെ നൈർമല്യമുള്ള കവിളത്തിലേക്ക് ഒലിച്ചിറങ്ങി തട്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ മിഴികൾ തുറന്നു. അത്ഭുതത്തിന്റെ മിഴി തുറന്ന് ആയിഷ ബീവിയാകുന്ന തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയോട് ചോദിച്ചു, മാ യുബ്കീകി യാ ആയിഷ, എന്ത് പറ്റിയ നിനക്ക്? എന്തിനാ ഈ വിധം വന്ന്? എന്താണ് ആയിഷ? നിനക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവ്. അവള് കരയുന്ന കരഞ്ഞോട്ടെന്നുള്ള ഏർപ്പാടല്ല. അവൾക്ക് പനിയാന്ന് അവിടെ കിടക്കട്ടെന്നുള്ള ഏർപ്പാടല്ല. അവൾക്ക് സുഖമില്ലെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറയുന്ന രീതിയല്ല. റസൂൽ സമാധാനിപ്പിച്ചു. തലയോട് ചോദിക്കുന്നു, എന്ത് പറ്റിയ ആയിഷ? എന്തിനാണ് ആയിഷ കരയുന്നത്? മാ യുബ്കീകി യാ ആയിഷ. ആയിഷ ബി പറയുകയാ, റസൂലേ ദക്റത്തുൽ ആഖിറ, ഞാൻ ആഖിറത്തിനെ കുറിച്ച് ഓർത്തുപോയി ഹബീബേ. ആ സമയം എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുകയാ. അൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. കുടുംബക്കാരെ കുറിച്ച് ഓർമ്മ വരുവോ? ഇപ്പോൾ അങ്ങന്റെ മടിയിലുണ്ടല്ലോ, പക്ഷേ പരലോകത്തിൽ ചെല്ലുമ്പോൾ കുടുംബക്കാരെ കുറിച്ച് അങ്ങ് ഓർക്കുവോ? കുടുംബക്കാരെ കുറിച്ച് പരലോകത്തിലുള്ളവർ ഓർക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയുവോ? പൊന്നുമോളെ, പെങ്ങളെ ചിന്തിച്ചു നോക്ക്, ചെറുപ്പക്കാരാ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞത് കേവലം ഒരു ലാഘവത്തോടല്ല, ആണയിട്ടുകൊണ്ട് മറുപടി പറയുകയാ, സത്യം ചെയ്തുകൊണ്ട് മറുപടി പറയുകയാ. ആയിഷ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ പിടുത്തത്തിലാണോ, ഞാൻ ഏതൊരു നാഥന്റെ ഉടമസ്ഥതയിലാണോ, എന്നെ പോറ്റി വളർത്തുന്ന സിട്ടാവായ ഖാലിഖായ റബ്ബിനെ തന്നെയാണ് സത്യമായ ആയിഷ. ഫീ സലാസതി മവാദിൻ, 3 ഘട്ടങ്ങൾ വരാനുണ്ട് ആയിഷ. എന്തിനാ ഇത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകവുമായി ബന്ധപ്പെട്ടതാ, നരകവുമായി ബന്ധപ്പെട്ടതാ. ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ. 3 ഘട്ടം വരുമ്പോ ആരുമാരെയും കുറിച്ച് ഓർക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന 3 ഘട്ടം വരാനുണ്ട്. 9 മാസവും 14 ദിവസവും പ്രിയപ്പെട്ട മാതാവ് മക്കളെ ചുമന്നുകൊണ്ടുപോയല്ലോ. ആ പ്രിയപ്പെട്ട മക്കള് കരഞ്ഞാല് നോക്കൂല. ആ പ്രിയപ്പെട്ട മക്കള് കരഞ്ഞാല് പരലോകത്തിൽ നോക്കാത്ത ഘട്ടവാ. കഴിഞ്ഞ വർഷം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിനീതനായ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ചാണല്ലോ. എത്രയോ ഉമ്മമാര് പറഞ്ഞെന്നറിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക് ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്. ഖബറിൽ കിടക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് വിളിച്ചവര്. ആ ഖബറുകളെല്ലാം വിശാലമാക്കി തരണേ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഉമ്മ മക്കളുടെ കരച്ചിൽ കേട്ടാൽ നോക്കാത്തൊരു സമയമുണ്ട്. ഒന്നാലോചിക്കണേ പ്രിയപ്പെട്ട ഉപ്പ, ആ ഉപ്പയും നോക്കാത്തൊരു സമയമുണ്ട്. തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയുണ്ടല്ലോ, രാവുകളെ പകലാക്കി തരുന്ന, പാൽ പായസമാക്കി തരുന്ന, തന്റെ എല്ലാമെല്ലാമായ ഹൃദയത്തിന്റെ രാജാത്തിയെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ ഭർത്താവിനെ നോക്കൂല, ഭർത്താവിനെ ഭാര്യയും നോക്കൂല. എത്ര വലിയ അലമുറയിട്ട് കരഞ്ഞാലും ആരും ശ്രദ്ധിക്കൂല. 3 ഘട്ടം വരാനുണ്ടെന്നുള്ളതാണ് റസൂൽ പറയുകയോ. ഒന്നാമത്തെ ഘട്ടം ഏതാണെന്ന് അറിയുമോ? ഇദാ വുദിഅത്തിൽ മവാസീൻ, അവന്റെ തുലാസിലെ തൂക്കം, അവന്റെ ആ നന്മതിന്മകളെ തൂക്കപ്പെടുമ്പോ അമലുകളെ വെക്കപ്പെടുകയാ, അമലുകളെ തൂക്കപ്പെടുകയാ. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക്, നരകം സ്വർഗ നിർണയ ടൈമാ, ജയപരാജയം നിർണയ സമയമാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആലോചിക്കണേ. ഒന്നാമത്തെ ഘട്ടം അതാ പറയുകയാ, ഇദാ വുദിഅത്തിൽ മവാസീൻ വവുസിനത്തിൽ അഅമാൽ. ഓരോ വിശ്വാസികളും നോക്കുന്നത് എവിടെയാ? ഇബ്നു ആദം ഹത്താ യൻദുറ ഇബ്നു ആദം അയഖിഫ മീസാനുഹു അം യസ്ഖുലൂ. ഭാരം കുറഞ്ഞു പോകുവോ? എന്റെ നന്മയുടെ തുലാസിന് വെയിറ്റ് കുറഞ്ഞു പോകുവോ? അതിന്റെ കാരണമായി ഞാൻ നരകത്തില് പോകുവോ? എല്ലാവരും സ്തബ്ധിച്ച് നോക്കി നിൽക്കുന്ന സമയമാ. ആ തുലാസ് ഇങ്ങനെ ആടിക്കളിക്കുമ്പോ മുഅ്മിനീങ്ങളെ, ചെറിയ അമലാണെന്ന് പറഞ്ഞിട്ട് ഒരമലിനെയും തള്ളിക്കളയല്ലേ. നാളെ തുലാസിൽ തൂക്കം കൂട്ടുന്നത് പക്ഷേ ആ ചെറിയ അമലായിരിക്കും. ഒന്ന് പുഞ്ചിരിക്കാൻ മടിയുള്ള ആളുകളല്ലയോ? എത്ര വലിയ കിബറന്മാരുടെ ലോകവാ. ഒന്ന് പുഞ്ചിരിച്ചാൽ എന്ത് നട്ടവാടാ. നിന്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണുമ്പോ, നിന്റെ കുടുംബത്തെ കാണുമ്പോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണുമ്പോ, എന്റെ ഉമ്മയെ കാണുമ്പോ, നിന്റെ മക്കളെ കാണുമ്പോ, നിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോ, നിന്റെ ഗുരുനാഥന്മാരെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചാൽ എത്ര പ്രതിഫലമാ. ദാനധർമ്മത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സന്ദർഭം വഇൻദ സഹഫി ഹത്താ യൻദുറ അബിയമീനിഹി ഉഖദു കിതാബഹു ഔ ബിശിമാലിഹി. കിതാബ് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ, കിതാബ് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്. ആ കിതാബ് കൊണ്ടുവരപ്പെടുന്ന സമയമുണ്ടല്ലോ. മുഅ്മിനീങ്ങൾക്ക് മുൻഭാഗത്തിലൂടെ വലതു കൈയിലേക്ക് കിതാബ് കിട്ടുമ്പോൾ സത്യവിശ്വാസികളല്ലയോ? റബ്ബിനെ ഭയപ്പെട്ടില്ല, നരകത്തെ പേടിച്ചില്ലയോ? നിസാരമായി പാപം ചെയ്യുന്നവരാണോ? നരകത്തെ പേടിക്കാത്തവരാണോ? ഖബറിലൊറ്റയ്ക്ക് കിടക്കണമെന്ന് അടിക്കടി ചിന്തിക്കാത്തവരാണോ? ഈ ലോകത്തിന്റെ നിസാരതയും പരലോകത്തിന്റെ വിശാലതയും ചിന്തിക്കാത്തവരാണോ? ഹബീബിനോട് ഇഷ്ടമില്ലാത്തവരാണോ? അവർക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാ? പിൻഭാഗത്തിലൂടെ ഇടത് കൈയിലോട്ട് കൊടുക്കുകയാ. നല്ല വിശ്വാസികൾക്ക് മുൻഭാഗത്തിലൂടെ വലത് കൈയിലാ. കിതാബ് കൊണ്ടുവരുമ്പോ പടച്ചവനെ, എനിക്ക് മുൻഭാഗത്തിലൂടെയാണോ കിതാബ് തരിക, അതോ പിൻഭാഗത്തിലൂടെയാണോ കൊണ്ടുവരപ്പെടുക? ആ സമയത്തും എല്ലാവരെയും മറന്നു പോകുന്ന രണ്ടാമത്തെ ഘട്ടവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ ഘട്ടം ഏതാണെന്ന് അറിയുമോ? വഇൻദ സിറാത്ത്. ഒരു പാലം വരാനുണ്ട് പൊന്നുപെങ്ങളെ, ഒരു പാലം വരാനുണ്ട് പൊന്നുപെങ്ങളെ, ഒരു പാലം വരാനുണ്ട് പൊന്നുപെങ്ങളെ. കാമുകനുമായി കൈകോർത്ത് പിടിച്ച് കറങ്ങി നടക്കാൻ കാലുറപ്പുള്ള കരുത്തുണ്ട് നിനക്കിപ്പോ. പക്ഷെ അവിടെ നിന്റെ കാലിലുറപ്പ് കിട്ടണമെങ്കിൽ നല്ല അമല് വേണം മോളെ. റബ്ബിനെ പേടിക്കണം പൊന്നുമോളെ, റബ്ബിനെ പേടിക്കണം പൊന്നുമോളെ. ചെറുപ്പക്കാരാ, മദ്യം നിരോധിച്ചപ്പോ ഇവിടെയുണ്ടോ എനിക്കറിയില്ല. ഏതൊക്കെയോ ഉൾനാടുകളിൽ വണ്ടി എടുത്തുകൊണ്ട് കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് പോകുന്നവര് ഒരുപാട് മദ്യഷോപ്പുകൾ എൻഎച്ചിന്റെ സൈഡിൽ അങ്ങ് നിരോധിച്ചപ്പോ കണ്ണീർ വാർത്തുകൊണ്ട് കറങ്ങി നടന്ന് എവിടെയെല്ലാമോ ഹെൽമറ്റ് തലയിൽ വെച്ചിട്ട് തോർത്ത് തലയിലിട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്യം വാങ്ങുന്ന പൊന്നുപോലെ മദ്യം വാങ്ങാൻ പോകുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാണ് ആ പരലോകത്തിലുള്ള പാലത്തിൽ കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുക? മിന്നൽ വേഗത്തിൽ അല്ലാഹുവിന്റെ ഇട്ടദാസന്മാര് പോകുമ്പോൾ, പടക്കുതിരകളുടെ വേഗത്തിൽ പോകുമ്പോൾ, അതുപോലെ വലിയ വലിയ ഓട്ടക്കാരുടെ വേഗത്തിൽ പോകുമ്പോൾ, വലിയ നടത്തക്കാരുടെ വേഗത്തിൽ
പോകുമ്പോൾ അവസാനമായി ഇടന്നെങ്കിലും അതാ മറന്നു വീണ് വിടഞ്ഞും പിടിച്ചു തൂങ്ങിയുമൊക്കെ പേടിച്ച് കടന്നു പോകുമ്പോൾ അങ്ങനെയെങ്കിലും അക്കരെ പിടിച്ചില്ലെങ്കിൽ അതരകത്തിലെങ്കിലും ഇടുപോയാൽ എഴങ്ങിട്ടെങ്കിലും ഒന്ന് ചെല്ലുമെന്ന് പറയാൻ എന്റെ അടുക്കൽ എത്ര അമലുണ്ട് പൊന്നുമോര്, നിന്റെ അടുക്കൽ എത്ര അമലാടാ. ആ നരകത്തിലേക്ക് വീണുപോയാൽ അതുകൊണ്ടാണ് ആ പാലത്തിലൂടെ കടക്കുന്ന സന്ദർഭമുണ്ടല്ലോ, ഒരു മുടിനാടിനെയെ കീറിയിട്ട് പടച്ച തമ്പുരാൻ വെച്ചിട്ടുള്ള പരീക്ഷണ പാലമുണ്ടല്ലോ. ആ പാലത്തിലക്കരയല്ലടാ സ്വർഗമുള്ളത്, ആ പാലത്തിലക്കരയല്ലടാ റസൂലുള്ളയുള്ളത്, ആ പാലത്തിലക്കരയല്ലേ സഹാബികളുള്ളത്, ആ പാലത്തിലക്കരയല്ലേ പ്രവാചകന്മാരുള്ളത്, ആ പാലത്തിലക്കരയല്ലേ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുള്ളത്, ആ പാലത്തിനക്കരയല്ലേ അഖിലുസുന്നയുടെ നേതാക്കന്മാരുള്ളത്, ആ പാലത്തിനക്കരയല്ലേ ഇമാമിയങ്ങളുള്ളത്, ആ പാലത്തിനക്കരയല്ലേ നമ്മുടെ നേതാക്കന്മാരായ സാദാത്യങ്ങളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കടാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ അതാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറി പറയുമ്പോൾ, ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുമ്പോൾ എങ്ങനെയാടാ അവിടെ കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുക? വോട്ട് വരും, വോട്ട് കുറയും, വോട്ട് കൂടും, ഇനിയും ഇലക്ഷൻ വരും കുറയും, അതൊന്നും ചർച്ചയല്ലല്ലോ. പക്ഷേ നിന്റെ ഈമാൻ നീ കാക്കടേ. ഏത് പാർട്ടിക്കാരായിരുന്നാലും ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പണ്ഡിതന്മാർക്ക് പവറുണ്ട് മോനെ, പണ്ഡിതന്മാർക്ക് പവറുണ്ട് മോനെ. ആലിമീങ്ങൾക്ക് പവറുണ്ടടാ, ആലിമീങ്ങൾക്ക് പവറുണ്ടടാ. സാദാത്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാടാ. നിന്റെ പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കല്ല മോനെ, നിന്റെ പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അവമതിക്കല്ലടാ, അവരെ കളിയാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പിടിച്ചു നിർത്തുവടാ. എന്റെ പേരക്കുട്ടി എന്തിനാ നീ പറഞ്ഞത്? എന്റെ പേരക്കുട്ടി എന്തിനാ നീ തെറി വിളിച്ചത്? എന്റെ പേരക്കുട്ടിക്കെതിരെ എന്തിനാ നീ മുദ്രാവാക്യം വിളിച്ചത്? എങ്ങനെയാണ് ആ പാലം കടന്നു പോകുക? എങ്ങനെയാ പെങ്ങളെ ആ പാലം കടന്നു പോവുക? പ്രിയപ്പെട്ട ഭർത്താവ് കടം വാങ്ങി കടൽ കടന്ന് കരഞ്ഞുകൊണ്ട് അതാ കറങ്ങി നടക്കുന്ന അതാ കയറിപ്പോയ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്തെല്ലാം ശ്രമങ്ങളുമായിട്ട് പോയവരാ. ആ ഭർത്താക്കന്മാരുടെ ചോര നീരാക്കിയിട്ട് അതേ തീതുപ്പുന്ന വെയിലത്തും മരം കോച്ചുന്ന തണുപ്പത്തും പണിയെടുത്തുണ്ടാക്കിയ പണമുണ്ടല്ലോ, അതിൽ രക്തത്തിന്റെ ഗന്ധമുള്ളതാ പോലെ, അതിൽ വിയർപ്പിന്റെ ഗന്ധമുള്ളതാ പോലെ. അടിച്ച് തകർക്കല്ലടി പെണ്ണ്, നീ റബ്ബിനെ പേടിക്കടേ. എന്റെ ഭർത്താവ് സുഖിച്ചിട്ടുണ്ടാക്കിയതല്ല, അവിടെ പരം മരം അതാ പണം കുറുക്കുന്ന മരമൊന്നുമില്ല, ചോര നീരാക്കിയിട്ടുണ്ടാക്കിയതാ. എന്റെ ഭർത്താവ് മക്കളെ കാണാതുണ്ടാക്കിയതാ, എന്നെ കാണാതുണ്ടാക്കിയതാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോലും ഏൽപ്പിച്ചിട്ട് പോയവരാ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയവരാ. ഒരു രാത്രിയിലും ഒരു മിസ് കോള് കൊണ്ട് വന്ദിക്കല്ല മോള്, ഒരു ഇൻകമിംഗ് കോള് കൊണ്ട് വന്ദിക്കല്ല പെങ്ങള്, ഒരു ഔട്ട് ഗോയിങ് കോള് കൊണ്ട് വന്ദിക്കല്ല പെങ്ങള്, ഒരു വീചാറ്റ് കൊണ്ട്, ഒരു വൈബർ കൊണ്ട്, ഒരു ഫേസ്ബുക്ക് കൊണ്ട്, ഒരു വാട്സാപ്പ് കൊണ്ട്, ഒരു സംവിധാനം കൊണ്ട് വന്ദിക്കല്ല പെണ്ണുമോള്. ഏറ്റവും കൂടുതൽ കടമയുള്ളവരാ പ്രവാസികളായ ഭർത്താക്കന്മാരോട്. ആ ഭാഗമേറെ പറയേണ്ടതാ വിഷയമതല്ല. അതുകൊണ്ട് അതിനെയൊക്കെ പേടിച്ച് മുന്നോട്ട് പോകുമ്പോഴാ ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോ കാലുറപ്പ് കിട്ടുന്നത്. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്ന് കാലിടറിപ്പോയാൽ ആരാ രക്ഷപ്പെടുത്താൻ പറ്റുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൂന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയുമോ? വഇൻദ സിറാത്ത്. മൂന്നാമത്തെ ഘട്ടം ആ പാലം കടന്നു പോകുമ്പോഴാ, ആ പാലം കടന്നു പോകുമ്പോഴാ ഒരുപാട് പാലങ്ങളുണ്ടല്ലോ. പടനക്കാട് എന്നൊരു പാലം അപ്പുറത്തുണ്ടല്ലോ. ചന്ദ്രവട്ടം പാലം എന്ന് പറയുന്ന 1 കിലോമീറ്റർ ദൂരമുള്ള മലപ്പുറം ജില്ലയിലൊരു പാലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥാനമുള്ള കടലിന്റെ മുകളിലുള്ള പാലമുണ്ടല്ലോ. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്ന പാലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പാലങ്ങളല്ലയോ, ഒരുപാട് പാലങ്ങളല്ലയോ? അതുപോലെയുള്ള പാലമല്ലടാ. ആ പാലത്തിന്റെ താഴെ വീണാല് കടലില്ല, ഇവിടെയുള്ള പാലത്തിന്റെ താഴെ വീണാല് പുഴയില്ല, ഇവിടെയുള്ള പാലത്തിന്റെ താഴെ വീണാല് മറ്റേതെങ്കിലും പ്രതലത്തില. പക്ഷേ പാലം, ആ പാലത്തിന്റെ കാൽവഴുതി പോയാൽ ഇതാരാ മോനെ പറഞ്ഞു തരുന്നത്? അല്ലാഹുവിന്റെ റസൂലല്ലേ. ഈ ലോകം പടക്കാൻ കാരണക്കാരനല്ലേ, പ്രപഞ്ചം പടക്കാൻ കാരണക്കാരനല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിച്ചോ. ആ നരകത്തിൽ അവധിച്ചു പോകാതെ അക്കരെ കടക്കാൻ ഒരു പിടി അമലുമായിട്ടല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. എത്ര ആയത്തുകൾ, എത്ര
പ്രസംഗങ്ങൾ, എത്ര ഹദീസുകൾ, എത്ര ഘോരഘോരമായ പ്രഭാഷണങ്ങൾ നരകത്തിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു, കേൾക്കുകയും ചെയ്യുന്നു. എനിക്ക് ചിന്തയുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കുറച്ച് ആമീൻ പറയും മനുഷ്യന്മാരെ, അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബിന്റെ അടുത്ത് ആമീൻ പറയും, അള്ളാഹ് നീ സ്വീകരിക്കണം. ആമീന്റെ അർത്ഥം എന്താ? ആമീന്റെ അർത്ഥം അള്ളാഹ് നീ സ്വീകരിക്കണമെന്നാ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ആമീൻ പറയാണ്, നിങ്ങളും ദ്വാരക്കാണ്, നമ്മൾ ഒരുമിച്ച് ദ്വാരക്കാണ്. ഞാൻ ആദ്യം ദ്വാരക്കുന്നു, പിന്നെ നിങ്ങൾ ദ്വാരക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? എടാ ഞാൻ പറയാം അള്ളാഹ് സ്വീകരിക്കണേ എന്ന് പറയുമ്പോ, പഠിച്ചവരെ ഞങ്ങളെ നീ കാക്കണേന്ന് ഞാൻ പറയുമ്പോ നിങ്ങളും പറയും അള്ളാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ. നിങ്ങളും ആമീൻ പറയുന്നത് ദ്വാരക്കാണ്. അതിനെ ചുരുക്കി ഷോർട്ട് ഫോമായിട്ടാണ് നമ്മൾ ആമീൻ പറയുന്നത്. ഇഖ്ലാസോടെ പറയും അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകഭീതി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല മോനെ. അതുകൊണ്ട് ഉള്ളുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടോ. ഉപരി വിപ്ലവങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലടാ. ഉള്ളിലെ റബ്ബിനെ കുറിച്ച് പേടി വരട്ടെ, നരകത്തെ കുറിച്ചുള്ള ആലോചന വരട്ടെ. എത്ര ആയത്തുകളാണ് നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത്. നല്ല പേടിയുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? ഒരു മഹാനായ മനുഷ്യൻ നടന്നു വരികയാ, ഒരു ശൈഖ് നടന്നു വരികയാ. നോക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പൊട്ടിക്കരയുകയാ. ചെറിയ കുഞ്ഞ് ആലോചിച്ചു, ഒരു ചെറിയ കുഞ്ഞിങ്ങനെ വാവിട്ട് കരയുകയാ. പരിസരത്ത് മറ്റു കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഈ ശൈഖ് ചോദിക്കുന്നു, മോനെ മായുബിയോ, എന്തിനാടാ കരയുന്നത്? പരിസരത്ത് നിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ. അവര് നിന്നെ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടാണോ? അവര് നിന്നെ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടാണോ? എന്തിനാ ഇങ്ങനെ വാവിട്ട് കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു ഹൃദയം പറയുകയാ, ഒന്ന് ചിന്തിച്ചു നോക്കിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കുഞ്ഞുപോലെ പറയുകയാ, ആ ചെറിയ കുഞ്ഞിന്റെ നാവിൽ നിന്ന് വരികയാ, അല്ലയോ ശൈഖേ ഖറഅത്തുൽ ഖുർആൻ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു. റബ്ബിന്റെ ഖുർആൻ ഓതി മുന്നോട്ട് വന്നപ്പോ, അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോ, റബ്ബിന്റെ ഖുർആൻ ഓതി മുന്നോട്ട് വന്നപ്പോ, ഞാൻ ഓതി വന്നപ്പോ, ജാഅത് ഹാദിഹിൽ ആയ, ഒരായത്ത് എന്റെ മുമ്പിലെത്തി. ഒരു റബ്ബിന്റെ സൂക്തം എന്റെ മുമ്പിലെത്തി. ആ ആയത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാ ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ, ഏതാണ് ആയത്ത്? സഹോദരങ്ങളെ, ഏതാണ് ആയത്ത്? പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, ചിന്തിച്ചോ ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ أنفسكم وأهليكم نارا وقودها الناس والحجارة. എന്താണ് അതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസമുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണേ. നരകത്തിൽ വീണു പോകാതെ നിങ്ങൾ കാക്കണേ. നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. എന്താണെന്ന് അറിയുവോ? വഖൂദുഹാ വഖൂദുഹാ വഖൂദുഹാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്ന് അറിയുമോ? അന്നാസു വൽ ഹിജാറ, അന്നാസു വൽ ഹിജാറ. അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് പച്ച മനുഷ്യരും പാറക്കല്ലുമാണെന്ന് ഖുർആൻ ഇതോലിയിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫഖിഫ്തു അയ്യുൽഖിയനില്ലാഹു ഫിന്നാർ, അല്ലാഹു എന്നെ നരകത്തിലിടുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാ. റബ്ബെന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ചു പോവുകയാ. അല്ലാഹു എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ചു പോവുകയാ. ആ ശൈഖായ പണ്ഡിതൻ പറയുന്നു, മോനെ നീ ഒരിക്കലും പേടിക്കണ്ട. അന്ത സബിയുല്ലാ തഖഫിലാ തസ്തഹ്തിന്നാർ, നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് പാപങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ മോനെ നിനക്കറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞുമോൻ പറയുകയാ, അല്ലയോ ശൈഖേ, അന്ത ആഖിൽ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അലാ തറാ അന്നന്നാസ ഔഖദൂ നാറാ, ജനങ്ങൾ വിറകുകൊള്ളികൾ കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്നെ
എന്നെ സമാധാനിപ്പിക്കണ്ട, ഞാനെങ്ങനെ സമാധാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി പറയുകയാ, ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിറക് കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ആ അടുപ്പിലേക്ക് ആദ്യമായി വെക്കുന്ന വിറകിന്റെ കൊള്ളികൾ വലിയ വിറകിന്റെ കൊള്ളികളല്ല. ഞാൻ കുട്ടിയാ നരകത്തിൽ പോകൂലാതെ പറഞ്ഞെങ്ങനെയാ സമാധാനിക്കും? നരകത്തിൽ പോകൂല കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ സമാധാനിക്കും? അടുപ്പിൽ വിറക് കൊള്ളികൾ കത്തിക്കുമ്പോൾ ആദ്യം വെക്കുന്നത് ചെറിയ വിറകിന്റെ കൊള്ളികളല്ലയോ? ചെറിയ വിറകിന്റെ കൊള്ളികളല്ലയോ? പിന്നെ അതാ പെട്ടെന്ന് കത്തിയതിനു ശേഷമല്ലയോ വലിയ വിറകിന്റെ കൊള്ളി വെക്കുന്നത്? അതുകൊണ്ട് ഞാനെങ്ങനെയാ സമാധാനിക്കുക എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശൈഖങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി, ആ ശൈഖങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി പറയുന്നില്ല, 1-2 പോയിന്റുകളൂടെ പറയുകയാ. നരകത്തിനെ കുറിച്ച് നമ്മൾ പേടിക്കണേ, ആ നരകത്തിനെ കുറിച്ച് കണ്ണീർ വാർക്കണേ. ആ കണ്ണീരിന് വലിയ പവറുണ്ട്, മറന്നു പോകണ്ട. പരലോകത്തിൽ അതാ നരകത്തിന്റെ ഭക്ഷണമാകുന്ന മനുഷ്യരെ നിർത്തുമ്പോൾ, ആ നരകത്തെ കൊണ്ടുപോകുമ്പോൾ നരകം ഇങ്ങനെ അട്ടഹസിക്കുകയാ, എന്റെ ഭക്ഷണം തരൂ, എന്റെ ഭക്ഷണം തരൂ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നരകം അട്ടഹസിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ജിബ്രീലേ, ആ പാനീയം കൊണ്ടുവന്ന, ആ വെള്ളം കൊണ്ടുവന്ന് നരകത്തിൽ ഒഴിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിൽ ഒരു പാനീയം കൊണ്ടുവരികയാ, ഒരു പാനീയം കൊണ്ടുവന്ന് ഒരു വെള്ളം കൊണ്ടുവന്നതിലേക്ക് ഒഴിക്കുകയാ. നരകം അപ്പോഴുള്ള രൗദ്രഭാവം നടങ്ങുകയാ. ഏതാണ് ആ വെള്ളമെന്നറിയുവോ? ഏതാണ് ആ വെള്ളത്തുള്ളികളെന്നറിയുവോ? ആ നരകത്തെ കുറിച്ച് പേടിച്ചു പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുകളാ. ദുനിയാവിന്റെ മുകളിൽ അല്ലാഹുവിനെ പേടിച്ചു, റബ്ബിന്റെ പരലോകത്തെ പേടിച്ച്, ആഖിറത്തെ പേടിച്ച്, നരകത്തെ പേടിച്ച്, റബ്ബിന്റെ ശിക്ഷയെ പേടിച്ച് കരഞ്ഞിട്ടുള്ള വിശ്വാസികളുണ്ടല്ലോ. ആ കരഞ്ഞ വിശ്വാസികളുടെ കണ്ണുനീർ കണങ്ങളാണ് ആ പാനീയമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഇനി നാളെ ആകട്ടെ എന്ന് പറയാ, മറ്റേ നാളാകട്ടെ, എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കല്ല പൊന്നുമോനെ. എവിടെ എപ്പോഴാ എങ്ങനാ മരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഞാനൊരു പ്രസംഗത്തിന് വന്നു. പ്രഭാഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. 3-4 ചെറുപ്പക്കാരവിടെ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ കേൾക്കാൻ വേണ്ടി പറയുകയാ, യുവതികളെ കേൾക്കാൻ വേണ്ടി പറയുകയാ, ഞങ്ങൾ ഇപ്പോഴെങ്ങും മരിക്കൂലല്ലോ, ഞങ്ങൾക്ക് ഇനിയും തൗബ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, ഞങ്ങൾ പെണ്ണ് കെട്ടണമല്ലോ, കെട്ടിച്ചു വിടണമല്ലോ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കണേ. ഒരു സ്വിഫ്റ്റ് കാറിലും, മാരുതി സ്വിഫ്റ്റ് കാറിലും 3-4 ചെറുപ്പക്കാരവിടെ വന്നു. അവര് വാഹനത്തിൽ ഇറങ്ങി എന്നെ അറിയാവുന്ന ചെറുപ്പക്കാരാ. കുറെ കാര്യങ്ങൾ ഞാനുമായി സംസാരിച്ചു. എന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാ, ആ കിടക്കുന്ന കാറിനെ ചൂണ്ടിക്കൊണ്ട്, പുതിയ സ്വിഫ്റ്റ് കാറിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാ, ഉസ്താദേ അറിയുവോ, ഈ കാർ ബുക്ക് ചെയ്ത ചെറുപ്പക്കാരൻ ഇന്ന് ലോകത്തില്ല. ഈ കാർ ഷോറൂമിൽ ബുക്ക് ചെയ്ത ചെറുപ്പക്കാരൻ ലോകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഷോറൂമിൽ പോയി ബുക്ക് ചെയ്തവനാ. പക്ഷെ അവൻ അറിഞ്ഞില്ല ഈ കാറൊന്ന് കാണാൻ പറ്റുമെന്ന്, ഈ കാറിന്റെ കാണാൻ പറ്റൂല എന്ന്, ഈ കാറിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കാൻ പറ്റൂല എന്ന്, ഒന്ന് ബ്രേക്ക് ചവിട്ടാൻ പറ്റൂല എന്ന്. ഇത് ഞാൻ ബുക്ക് ചെയ്യുന്നതാ, വേറെ ആളുകൾ ഉപയോഗിക്കാനുള്ളതാ. ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല പൊന്നുമോനെ. ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവൻ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അവൻ മരിച്ചതിന് ശേഷമാണ് അവനെ തേടിയിട്ട് ആ വാഹനം എത്തുന്നത്. മനുഷ്യന്റെ അവസ്ഥ ഇത്രയുള്ള പൊന്നുപോലെയാ, ഖബറിലേക്ക് പോകേണ്ടവരാ. അതുകൊണ്ട് നരകത്തെ കുറിച്ച് ചിന്തിച്ചോ. നരകത്തിൽ പെട്ടുപോയ ആളുകൾ ആ നരകത്തിന്റെ തീവ്രമായ ശിക്ഷകളിൽ കിടക്കുമ്പോൾ നരകത്തെ കാക്കുന്ന മാരിക്കുന്ന മലക്കിനെ കാണുന്ന ഒരു രംഗം അല്ലാഹു റസൂൽ പറയുന്നുണ്ട്. വല്ലാതെ കടന്ന് അട്ടഹസിച്ച് നരകത്തിന്റെ തീജ്വാലകൾ, എത്ര വലിയ ശിക്ഷകൾ, അതിനെ കുറിച്ച് പറയാനൊരു ദിവസം വേറെ വേണം. ശിക്ഷാ നടപടികൾ, ശിക്ഷാരീതികൾ, തോല് പൊളിഞ്ഞു പോയവര്, അതാ ചെറിയ ശിക്ഷ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, തലയുടെ പതപ്പ് വരെ തിളച്ചു മറിയുന്ന ചൂടിലാ ഉള്ളത് ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ.
എന്തെല്ലാം നിലക്കുള്ള ശിക്ഷകളാ നരകത്തിലുള്ളത്. ആ നരകത്തിൽ കിടന്ന് ശിക്ഷയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ നരകത്തെ കാക്കുന്ന മലക്കിനെ അവർ കാണുകയാ. നരകത്തെ കാക്കുന്ന മലക്കിനെ കാണുമ്പോൾ അവർ ഉറച്ചുറച്ചു പറയുകയാ, യാ മാലിക്, യാ മാലിക്, അല്ലയോ മാലിക് എന്ന മലക്കേ, അല്ലയോ മാലിക് എന്ന നരകത്തെ കാക്കുന്ന മലക്കേ, ഖദ് ഹഖ്ഖ അലൈനൽ വഈദ്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇതാ പുലർന്നിരിക്കുകയാ. തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇതാ പുലർന്നിരിക്കുകയാ. വയാ മാലിക് ഖദ് അസ്ഖലനൽ ഹദീദ്, ഇവിടെയുള്ള ദണ്ഡുകൾ, ഇവിടെയുള്ള ശിക്ഷകൾ, ഇവിടെയുള്ള ചൂട് കളിന കഠോരമാണ്. അല്ലയോ മാലിക് എന്ന മലക്ക്, നിങ്ങളുടെ തൊലികൾ പൊളിഞ്ഞു പോവുകയാണ് മാലിക്, ഞങ്ങൾ ഉരുകി മാറുകയാണ് മാലിക്. മാലിക് അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്, ഞങ്ങളെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ മാലിക്കേ, ഞങ്ങളെ ഒന്ന് കരകയറ്റുമോ മാലിക്കേ, ഞങ്ങളെ ഒന്ന് കൈപിടിക്കുമോ മാലിക്കേ. ആ സമയം ഫതഖൂലു സബാനിയ, സബാനിയത്തിന്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ പറയുകയാ, ഹൈഹാത ലാ തഹീന അമാൻ, ഹൈഹാത ലാ തഹീന അമാൻ, ഇന്ന് നിങ്ങൾക്ക് നിർഭയത്വം ഇല്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് നിർഭയത്വമില്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് ഭയം വിട്ടുപോകുന്ന അവസ്ഥയില്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല കേട്ടോ. ഹൈഹാത ലാ തഹീന അമാൻ, ഇന്ന് നിങ്ങൾക്ക് രക്ഷയില്ല, ഭയമില്ലാത്ത അവസ്ഥയില്ല. വലാ ഖുറൂജ ലക്കും മിൻ ദാരിൽ ഹവാൻ, ഈ നിന്നയുടെ ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുകയുമില്ല. ഈ നിസാരമായ നിന്ദ്യതയുടെ ഭവനത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് പുറപ്പെട്ടു പോകാൻ സാധിക്കയില്ല, സാധിക്കയില്ല. നിങ്ങൾ അവിടെ കിടന്ന് നരകിച്ചോ, നിങ്ങൾ അവിടെ കിടന്ന് നിസാരന്മാരായി ശിക്ഷ അനുഭവിച്ചോ. വലാ തുകല്ലിമൂ, മിണ്ടരുത്, മിണ്ടിപ്പോ. എത്ര വലിയ വിളിയാളം നിങ്ങൾ കേട്ടു, പള്ളിയിൽ നിന്നും എത്ര ബാങ്കുകൾ കേട്ടു, പരിസരത്ത് നിന്ന് എത്ര തവണ വിളിച്ചു പറഞ്ഞു, ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ്. നീ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരുന്നു, നീ ചെസ് കളിച്ചുകൊണ്ടിരുന്നു, നീ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു, നീ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായിരുന്നു. നിനക്കൊന്ന് കേറി നിസ്കരിച്ചാൽ അപ്പുറത്തുള്ള സ്വർഗത്തിൽ സന്തോഷിക്കാമായിരുന്നല്ലോ. നിന്നോട് പലിശ വാങ്ങല്ലേ എന്ന് പറഞ്ഞു, പലിശ തീയാണെന്ന് പറഞ്ഞു. നീ അല്പസ്വല്പം ആ സമയത്തുള്ള പണപ്പെരുപ്പം കണ്ടപ്പോ പിന്നെയും പലിശയിലേക്ക് പോയി. വലാ തുകല്ലിമൂ, മിണ്ടരുതോ, പോകരുതോ, ഒരക്ഷരം മിണ്ടരുതോ എന്ന് മലക്കുകൾ പറയുന്നൊരു ഘട്ടം വരാനുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ.